musical vibe. A mega finale. Musical vibe. എല്ലാ മാന്യപ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ ജൈത്രയാത്ര കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ മൂന്നാം വാരത്തിൽ എത്തി നിൽക്കുന്നു. 14 പേര് വെച്ചാണ് നമ്മുടെ ഈ സംഗീത യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ അവരിൽ 13 മ്യൂസിക്കൽ വൈസ് ആണ് ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. ഈ 13 പേരിൽ ആരൊക്കെ ഗോൾഡൻ ബസർ നേടും, ആരൊക്കെ ഗോൾഡൻ ചെയർ നേടിയെടുക്കും, ആരൊക്കെ ഇവിടെ സേഫ് സോണിലെത്തും, ആരൊക്കെ ഡേഞ്ചർ സോണിലെത്തും എന്നൊക്കെ ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇന്ന് 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. ഒന്ന് എവർഗ്രീൻ ഹിറ്റ്സ്, 2 ഡ്യുവറ്റ് പെർഫോമൻസ്. ഇവയിൽ ഏത് റൗണ്ട് വേണമെന്നുള്ളത് നമ്മുടെ മത്സരാർത്ഥികൾ ലോട്ട് എടുത്താണ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിക്കാം. അതിനു മുമ്പ് നമ്മുടെ മത്സരാർത്ഥികളുടെ വിധി എഴുതാനുള്ള വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മധുചേട്ടൻ, മഞ്ജരി ആൻഡ് ആശി ചേച്ചി. Musical vibe. A mega finale. ഈശ്വര എന്ന് പറയുന്നതൊന്നും തെറ്റിപ്പോരുതേ. മധുചേട്ടൻ പറയുന്ന കൗണ്ടറുകളൊക്കെ ഏറ്റില്ലെങ്കിലും ആൾക്കാർക്കൊന്ന് ചിരിക്കാനെങ്കിലും തോന്നുന്നേ. ദൈവമേ, ആ ചേച്ചി രാവിലെ തന്നെ വന്നിട്ട് പ്രാർത്ഥന. അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കല്ലായിരുന്നോ ഇന്നത്തെ എപ്പിസോഡ്? നമസ്കാരം കൊടുക്കുകയായിരുന്നു. ഇതാ നമസ്കാരം. നമസ്കാരം കൊടുക്കായിരുന്നു. ഓ, നടന്നു വന്ന് നമസ്കാരം കൊടുക്കാം. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എന്താ വിചാരിച്ചേ? അല്ല, ഇന്നത്തെ എപ്പിസോഡ് സാധാരണ പാളി പോവാറുണ്ടല്ലോ. പ്രാർത്ഥിച്ചേ? അല്ല, നന്നായി വരണേ മത്സ്യന്റെ. സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാ കൗണ്ടറുകളും നന്നായി വരണേ. ചേച്ചി ഇന്ന് ആസ് യൂഷ്വൽ ചുള്ളത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ ഗ്ലാമർ, ഈ ലുക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണേ. മഞ്ജരിയുടെ ഈ ഒരു സൗന്ദര്യവും ഈ ഒരു സ്വഭാവവും ഒരിക്കലും മാറരുത്, ഇങ്ങനെ തന്നെ നിലനിൽക്കണേ. ശരി ശരി. താങ്ക് യു ഡെയിൻ. ഇനിയും പ്രാർത്ഥിക്കണം. ഡെയിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രേക്ഷകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡെയിൻ ഇങ്ങനെ നല്ല തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇടാറുണ്ടല്ലോ. ഇന്ന് എന്ത് പറ്റി? അധികം തിളക്കില്ലല്ലോ. സിമ്പിൾ ആയിട്ട് ഞാൻ കുറച്ച് ഹമ്പിളാണ്, അതുകൊണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ട്. എപ്പോഴും സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു പയ്യനെയാണ് എല്ലാവർക്കും താല്പര്യം. പ്രത്യേകിച്ച് കല്യാണം കഴിപ്പിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ. അതെ, അമ്മമാർക്ക് പെൺമക്കളൊക്കെ കല്യാണം കഴിക്കണമെങ്കിൽ അല്ലെ ഇങ്ങനെ ക്ലാസ് എന്തൊരു സിമ്പിൾ ആണ്. സാധാരണ സിമ്പിൾ ആണെന്ന് പറയുന്നത് സ്വഭാവത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതെ അതെ, ഡ്രസ് മാത്രല്ല. മഞ്ജരി, എന്നെ പറ്റി കുറ്റം പറയുന്നതിന് മുമ്പ് ആ സൈഡിലത്തെ ക്ലിപ്പ് എന്തായിരുന്നു? ആ സ്ലൈഡ് എന്താ അത് കുഴപ്പം? നൈസ്, താങ്ക് യു. അടിപൊളിയാണ്. വളരെ നല്ല മനുഷ്യനാണ്. ഒരു കാര്യം പറയാം, നിങ്ങൾ 3 പേരും വന്നപ്പോ
ഇത്ര മലയാളി തനിമ, ഇത്ര ഐശ്വര്യം. ഇപ്പൊ എനിക്ക് 3 പേരെ ഒരുമിച്ച് കണ്ടപ്പോ ഒരു പഞ്ച് ഡയലോഗ് പറയുന്നത് വല്ലാത്തൊരു ആഗ്രഹം. തീർച്ചയായിട്ടും. പാട്ട് പാടാൻ അറിയുന്ന ഒരുപാട് സാധാരണ വീട്ടമ്മമാരുടെ വിധി മാറ്റിയെഴുതാൻ വന്ന വിധികർത്താക്കൾ. നിങ്ങൾക്ക് 3 പേർക്ക് സ്വാഗതം. എന്തായാലും തീപാറുന്ന പെർഫോമൻസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച തീപാറുന്ന പെർഫോമൻസുമായി ഒരാൾ ഗോൾഡൻ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ജോയ്സ്. എന്തോ ഓ, ഈ ആഴ്ച എലിമിനേഷൻ ഇല്ലാത്തതിന്റെ ആ ഒരു കൂൾ മൈൻഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? എന്തൊരു സന്തോഷമായിട്ടിരിക്കണല്ലേ. അതെ. അപ്പൊ നമ്മുടെ മ്യൂസിക്കൽ വൈസ് ഒക്കെ റെഡി ആണല്ലോ? റെഡിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിച്ചാലോ? 3 പേരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും 3 പേരും ആ സീറ്റിലോട്ട് പോയിക്കോളൂ. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. Musical vibe. Mega final. മതിച്ചേട്ടാ, എന്താ ഞാൻ പെട്ടെന്നേ മതിച്ചേട്ടാ ഇങ്ങനെ ചാരി ഇരിക്കണുണ്ടപ്പോ പെട്ടെന്ന് ആ കോസ്റ്റ്യൂം ഇത് ഇങ്ങനെ എന്റെ കണ്ണിലടിച്ചോണ്ടിരിക്കുക. എന്താണ് ആ ഡിസൈൻ? എന്താ പറയാ, ഇത് ഒരു മലമ്പാമ്പിന്റെ ഒക്കെ സ്കിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. തൊലിക്കട്ടി കൂടാൻ വേണ്ടിട്ടാണോ? അതെ, തൊലിക്കുട്ടിയല്ല, തൊലിക്കട്ടി കൂടാൻ വേണ്ടിട്ടാണോ? തൊലിക്കട്ടി ഓൾറെഡി ഉണ്ട്. അതിന് മുകളിൽ ഒന്ന് കവർ പോവാതിരിക്കാൻ വേണ്ടി കവർ ഇട്ടേക്കണം. മതിച്ചേട്ടന് ഏത് തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടാനാണ് കൂടുതലായിട്ട്? ഷർട്ടും ഉണ്ട്. മഞ്ചിരിക്കോ? എനിക്ക് സാരിയിൽ ഇങ്ങനെ ഫുൾ ടൈം കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. അത്രയും സാരി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കംഫർട്ടബിൾ എന്താന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ചുരിദാറാണ്. അല്ല, ഡെയിൻ എന്താ ഇഷ്ടം? എന്താ ഇഷ്ടം? എനിക്ക് ഒരു 3/4 ടീഷർട്ട് അതിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ കണ്ടെടുത്തോളം ഡെയിൻ എന്ത് വേഷം ചേരുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു ഭാഗ്യം വെച്ചാട്ടാ ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. എന്ത് വേഷം ഇട്ടാലും ചേരും. ഞാൻ ഒരു കാര്യം, എവിടുന്ന മക്കളെ നിനക്ക് ഇത്ര വിനയം പഠിച്ചത്? വിനയം അത് ജന്മനെ ഉള്ളതാ. ഭയങ്കര വിനയാന്യുതനാണ് എപ്പോഴും. താങ്ക് യു. എനിക്ക് തോന്നുന്നു അടുത്ത മത്സരത്തിനായിട്ട് വരുന്നത് ചാപ്റ്റർ 4-ലെ ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. ഡ്യുവറ്റ് പെർഫോമൻസ് റൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഡ്യുവറ്റ് റൗണ്ടിൽ ഞാൻ പാടുന്നത് പാണ്ടിപ്പട എന്ന മൂവിയിലെ മേലെ മുകിലിൻ കൊടാരം എന്ന സോങ് ആണ്. എൻ്റെ കൂടെ ഡ്യുവറ്റ് പെർഫോമൻസിന് പാടാൻ വരുന്നത് ഗോവിന്ദ് വേലായുധാണ്. Musical vibe. Mega final. Musical vibe. ഹായ് അമൃത, ഗോവിന്ദ്. ഹായ് സർ. അപ്പോ രണ്ടുപേരും ഡ്യുവറ്റ് റൗണ്ട് ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഗോവിന്ദ്, സുഖല്ലേ? സുഖം. ഡ്യുവറ്റ് റൗണ്ട് ആണ്. അപ്പൊ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് അമൃത? മേലെ മുകിലിൻ കൂടാരം. ഗോവിന്ദ് ഉഷാറല്ലേ? കട്ട സപ്പോർട്ട് അല്ലേ? കട്ട സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. പൊളിച്ചോ. നിറങ്ങൾ
ചേരുന്നു ഇടനെഞ്ചിലെ തുടിതാളമായി പ്രണയം പൊഴിയുകയായി മേലെ മുകിലിൻ കൂടാരം മെല്ലെ ഒരുങ്ങുന്നു ഈടെ നിലവിൻ പൂമഞ്ചം തെന്നൽ ചുമക്കുന്നു നിറങ്ങൾ പൂത്തു നിൽക്കുമ്പോൾ ഇനകൾ പെയ്തിറങ്ങുന്നു നിനക്കായി കോടി ജന്മങ്ങൾ മനസ്സിൽ തേടി തീർക്കുന്നു പേരൂർ കോവിൽ വേലയും കണ്ടേ പോരാം ആളോലെ മേലെ മുകിലിൻ കൂടാരം മെല്ലെ ഒരുങ്ങുന്നു ഈടെ നിലവിൻ പൂമഞ്ചം തെന്നൽ ചുമക്കുന്നു ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിൻ ദിന്ന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിൻ ദിന്ന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിൻ ദിന്ന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിൻ ദിന്ന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിൻ ദിന്ന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിന ദിനക്ക് ദിനക്ക് ദിൻ ദിൻ ഈരാനകളൊത്തു നിരന്നേ പാദങ്ങളിൽ അമൃത പൊഴിഞ്ഞേ പാണ്ടിപ്പടക്കൂത്തിനായി തെരുവുണർന്നേ ഏഴാനകളൊത്തു നിരന്നേ വാദ്യങ്ങളിൽ അമൃത് പൊഴിഞ്ഞേ പാണ്ടിപ്പടക്കൂത്തിനായി തെരുവുണർന്നേ കരകാട്ടവും മയിലാട്ടവും ചെറുകാവടിയാട്ടവുമായി തിരുവേലയും തിരയാട്ടവും തകിൽനാദ സ്വരമേളം തമിഴാളരും മലയാളിയും ഇവിടൊന്നായി മാറുന്നു മേലെ മുകിലിൻ കൂടാരം മെല്ലെ ഒരുങ്ങുന്നു ഈടെ നിലവിൻ പൂമഞ്ചം തെന്നൽ ചുമക്കുന്നു നിറങ്ങൾ പൂത്തു നിൽക്കുമ്പോൾ ഇനകൾ പെയ്തിറങ്ങുന്നു നിനക്കായി കോടി ജന്മങ്ങൾ മനസ്സിൽ തേടി തീർക്കുന്നു പേരൂർ കോവിൽ മേലെ കണ്ടേ പോരാം മാളോരെ മേലെ മുകിലിൻ കൂടാരം മെല്ലെ ഒരുങ്ങുന്നു ഈടെ നിലവിൻ പൂമഞ്ചം തെന്നൽ ചുമക്കുന്നു ദിനക്ക് ദിനക്ക് ദിന ദിൻ 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 തകിട തകിട തക താളം വേ താളം വേ തക താളം വേ താളം വേ തക താളം വേ ദിനക്ക് ദിനക്ക് ദിന ദിൻ 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 തകിട തകിട തക താളം വേ താളം വേ തക താളം വേ താളം വേ തക താളം വേ ദിനക്ക് ദിനക്ക് ദിന ദിൻ 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 തകിട തകിട തക താളം വേ താളം വേ തക താളം വേ താളം വേ തക താളം വേ തകിട തകിട തക താളം വേ താളം വേ തക താളം വേ വെരി ഗുഡ് വെരി ഗുഡ് ഡാൻസേഴ്സും കലക്കി. Whoa, whoa, musical vibe. In mega final. രണ്ടുപേരും കലക്കി അല്ലേ? നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. മഞ്ജരി കിഡില്ല. താങ്ക് യു. ആലാരെ ഗോവിന്ദ ആല ഗോവിന്ദ സൂപ്പർ ആയിരുന്നു. ഗോവിന്ദന്റെ വോയിസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമൃത അസലായിട്ട് പാടി. നല്ല വോയിസ് ത്രോ ഉണ്ട് അമൃതയ്ക്ക്. ചില സ്ഥലത്ത് ഒരുപാട് ഷാർപ്പായി പോകുന്ന പോലെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവരണം. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. സുന്ദരി. ഐ ലവ് യു. ലവ് യു ടു മാം. ആശിജി ആദ്യം നമ്മുടെ അതിഥിയെ കുറിച്ചിട്ടല്ലേ പറയണ്ടേ? അതെ. അസാധ്യ വോയിസ് ആണ്. ഗംഭീരായിരുന്നു. താങ്ക് യു സോ മച്ച്. അമൃതക്കുട്ടി സന്തോഷമായി. എനിക്ക് പൊളിച്ചു ഇന്ന് കേട്ടോ. സൂപ്പർ. സോ മച്ച് ആശിച്ച്. ഗോവിന്ദ് വളരെ മനോഹരമായിട്ട് ഇവിടെ പാടി, ഉഗ്രനായിരുന്നു. അപ്പോൾ അമൃത വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയത്. ചില അല്ലറ ചില്ലറ ശ്രുതി പ്രശ്നങ്ങൾ, പിന്നെ ടെമ്പോ ചില സമയത്ത് വലിഞ്ഞു പോകണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നു കേട്ടാ. താങ്ക് യു. ഗോവിന്ദ്, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു ബിസി ലൈഫൊക്കെ ആണെന്ന് അറിയാം. അപ്പോൾ വർക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനിയും കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അമൃത, ഇപ്പോൾ നേരത്തെ ഗോവിന്ദ് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഗോവിന്ദ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരൊറ്റ പെർഫോമൻസിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും പാട്ട് നന്നായാൽ മാത്രമാണ് നമ്മൾ സേഫായി ലാൻഡ് ചെയ്യുള്ളൂ. നമുക്കറിയാം മെഗാ ഫൈനലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കുകളിൽ നിങ്ങൾ എന്ത് പെർഫോം ചെയ്തു അല്ലെങ്കിൽ ഗോൾഡൻ ചൈൽഡ് നേടി എന്നുള്ളതൊന്നുമല്ല. ഈ പെർഫോമൻസ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റിസൾട്ട്. ഡേഞ്ചർ സോണിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ലല്ലോ? വന്നിട്ടില്ല. അപ്പോൾ വന്നാൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? ഹസ്ബൻഡിന്റെ അമ്മ.
ഇന്നും ഹസ്ബൻഡ് ഡ്യൂട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ പ്രാവശ്യം സേഫ് ആയാൽ അടുത്ത പ്രാവശ്യം ചിലപ്പോ അദ്ദേഹം വരും. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അടുത്ത ആഴ്ച കാണുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊരു കോമ്പറ്റീഷനാണ്, അതുകൊണ്ട് യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഹസ്ബൻഡിനും കൊണ്ടുവരിക, അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എവർഗ്രീൻ ഹിറ്റ്സ് റൗണ്ടാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന മൂവിയിലെ മിഴിയോരം നിലാവലയോ എന്ന സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. Musical vibe. Mega finally. ലോട്ടറി കിട്ടിയത് എവർഗ്രീൻ ഹിറ്റ്സ് ആണ്. ഓക്കെ. മിഴിയോരം നിലാവലയോ. ആഹാ, സൂപ്പർ. ഇഷ്ടപ്പെട്ട പാട്ട്. അതെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നന്നായി പാടാ, അടിച്ചു പൊളിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
musical vibe. In mega final. ഓക്കെ, അപ്പൊ എന്തായാലും അൽക്ക കലക്കി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മഞ്ജിരിയോട് ചോദിക്കാം. മഞ്ജിരി തുടങ്ങിക്കോളൂ. അൽക്ക സൂപ്പർ ആയിരുന്നു അൽക്ക. താങ്ക് യു മാം. നല്ല ആസ്വദിച്ച് ഫീലോടെ പാടി. ശരിക്കും ഈ ഒരു പാട്ടിന് ആവശ്യമുള്ള ഒരു ഫീല് തന്നെ അൽക്ക കൊണ്ടുവന്നു. താങ്ക് യു. ആദ്യം വാക്കുകൾ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാം. പനിനീർ എന്നുള്ളത് പണിനീർ എന്നാ കേൾക്കുന്നത് പല ഭാഗത്തും. പാടുമ്പോൾ അക്ഷരങ്ങൾ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാം. ഓക്കെ മാം. അതർവൈസ് സൂപ്പർ ഫീല്, ഭംഗിയായിട്ട് പാടി. താങ്ക് യു മഞ്ജിരി. മഞ്ജുചേട്ടാ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പാട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അൽക്ക പാടിയതും ഇഷ്ടപ്പെട്ടു, ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ബ്രത്ത് കൺട്രോൾ കുറച്ചും കൂടി വരാനുണ്ട് അൽക്കൊക്കെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജു. ചേച്ചി? ഒരു മേഘം ഇങ്ങനെ ആകാശത്തൂടെ ഒഴുകി നടക്കുന്ന സൂതിങ് ഫീലായിരുന്നു കേട്ടോ മോളുടെ പാട്ട്. പ്രത്യേകിച്ച് അത് ഭയങ്കര ഫ്ലോ ഉള്ള ഒരു പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ഗുണം ചെയ്യും ഫ്യൂച്ചറിൽ. അതെ മാം. മോർ ദാൻ ഈ ഒരു ഷോ, ഏത് ഷോയുടെ ആണെങ്കിലും വിന്നർ ആവുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിലൊക്കെ ഉപരി ഫ്യൂച്ചറിലേക്കുള്ള വലിയ ഗായകരാകാനുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള നിലയിൽ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഡേഞ്ചർ സോണിൽ ഇതുവരെ വന്നിട്ടില്ല അല്ലേ? അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണോ ഈ പ്രാവശ്യം വന്നത്, അതോ? ഇല്ല ഇല്ല, ആ എക്സ്പീരിയൻസേ വേണ്ട. എനിക്കൊന്നു ഒരു പ്രാവശ്യം ഡേഞ്ചർ സോണിൽ പോയി കഴിഞ്ഞാലേ അതിന്റെ ഒരു സീരിയസ്നെസ് വരുള്ളൂ. അപ്പോ അതുകൊണ്ട് അൽക്ക, ഐ എം സോറി. You are safe. Congratulations. Musical vibe. In mega final. അൽക്ക സേഫ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞൊരു കാര്യം, ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് മെറിറ്റിലോട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ ബേസ് മാർക്ക് ഒന്ന് ജസ്റ്റ് കടന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം നല്ല മാർക്കിന്റെ മാർജിനോട് കൂടി ബേസ് മാർക്കിന് മേലെ എത്തണം. ഓക്കെ ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. സേഫ് ആണ് ഈ വീക്കും കേട്ടോ. താങ്ക് യു. മധുചേട്ടാ, മധുചാരനോട് ഒരു ഏറ്റുപറച്ചിൽ ഇപ്പോൾ അനിവാര്യമാണെന്ന് തോന്നുന്നു. എന്താണ്? കഴിഞ്ഞ ആഴ്ച മധുചാരന്റെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിരുന്നു. ഓ ശരി ശരി. അപ്പോ ഞങ്ങൾ അതിന് ഒരു മാപ്പ് പറയുകയാണ്. കണ്ടിരുന്നു ആ വീഡിയോ? കണ്ടിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല. ഇത് മഞ്ജരി അറിഞ്ഞായിരുന്നോ? ഇല്ല, ഇത് മഞ്ജരി അറിഞ്ഞില്ല. വീഡിയോ കാണിച്ചപ്പോൾ മഞ്ജരി ആണല്ലേ? അത് ശരി ശരി. ആത്മാർത്ഥമായ നന്ദി കൂടി അറിയാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ ഇനിയും നിങ്ങളൊക്കെ രക്ഷപ്പെടാന്നുള്ളതാണ് എന്റെ. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ രക്ഷപ്പെടുത്തി ഇനി ഇതേപോലത്തെ വീഡിയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു അഭ്യർത്ഥന. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ രക്ഷപ്പെട്ടത് ഡെയിനിന്റെ കൂടെ നിന്നിട്ട് ഫ്രെയിമിൽ എന്റെ കൂടെ നിന്നപ്പോ കുറെ ആലോചനകൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കാനഡയിൽ നിന്ന് ഒരു ആലോചന വരണം, അതാണ് നമ്മുടെ ലക്ഷ്യം. കാനഡയെ കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോ പറയുന്നത് അമ്മു. ഓ അത് ശരി. അമ്മു, നമ്മുടെ അമ്മു. പറ്റിയ അത് ശരി. അമ്മു അല്ല, ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണല്ലോ. ചേച്ചിയുടെ അമ്മു എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മു. അത്രേ ഉള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്താളെ വിളിക്കും മോനെ, അതാണ് നല്ലത്. ഡ്യുവറ്റ് പെർഫോമൻസ് റൗണ്ടാണ്. പ്ലേ ബാക്ക് സിംഗർ അഭിജിത്തിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത്. ഈ ഡ്യുവറ്റ് റൗണ്ടിൽ ഞങ്ങൾ പാടുന്നത് ചോലമലം കാറ്റടിക്കണം എന്ന് പറഞ്ഞ സോങ് ആണ്. Musical vibe. In mega final. Musical vibe. അഭിജിത്ത്, നമ്മള് ഒരുപാട് റിയാലിറ്റി ഷോസിലും അതേപോലെ തന്നെ പ്ലേ ബാക്ക് സിംഗർ ആണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയത് മലയാളി ഫ്രം ഇന്ത്യ അല്ലെ? ഓക്കെ, പിന്നെ മസാല കോഫിയിലെ മെയിൻ സിംഗറും കൂടിയാണ്. അപ്പൊ എന്തായാലും അഭിജിത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാം കീർത്തനയ്ക്ക് ഗുണം ചെയ്യട്ടെ. അപ്പൊ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.
കീർത്തന രണ്ടുപേരും കലക്കി ഒരു സിനിമ കണ്ട ഫീൽ ആയിരുന്നു അല്ലേ? അതെ, അതെ. കലക്കി. ഉഗ്രനായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് ചോദിക്കാം. മതിച്ചേട്ടാ, അപ്പൊ അഭിജിത്തെ അസലായിരുന്നു, ഉഗ്രനായിട്ട് പാടി കേട്ടോ, ഉഗ്രനായിരുന്നു. കീർത്തന അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഫസ്റ്റ് പല്ലവിയുടെ തുണ്ടുപല്ലവിയില്ലേ, അത് മാത്രം ചെറിയൊരു പിച്ച് പ്രോബ്ലം ചെറുതായിട്ട് മൈന്യൂട്ട് പിച്ച് പ്രോബ്ലംസ് ഉണ്ടായി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അഭിജിത്തിന്റെ കൂടെ കട്ടക്ക് നിന്നു നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. മഞ്ജരി സൂപ്പർ പെർഫോമൻസ്. അഭിജിത്തിന്റെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. യുവർ വോയിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഈ ഒരു പാട്ട് ഇതുവരെ ആരും പെർഫോം ചെയ്ത് ഒരു കോമ്പറ്റീഷന്റെ വേദിയിൽ പെർഫോം ചെയ്ത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ്. അതെ, അത് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും നന്നാവട്ടെ. ശരി, ഓക്കെ. ആശ ചേച്ചി, ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതിന് ഓഫ് കോഴ്സ് ഓർക്കസ്ട്ര, ദ ഡാൻസേഴ്സ്, ദ കോറസ്, എവ്രിബഡി സപ്പോർട്ടഡ് യു. എനിക്ക് വളരെ വളരെ ഇഷ്ടമായി പാട്ട്. ഈ പാട്ട് തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഇങ്ങനെ ആടി ആ ഒരു ബീറ്റാണല്ലോ, ഇങ്ങനെ ഫുൾ ആടിയിട്ടല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഈ പാട്ട് കേൾക്കാൻ പറ്റിയില്ല. എല്ലാ പ്രേക്ഷകരും ഇങ്ങനെ ആടിയായിരിക്കും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവുക. അതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീര സിംഗിങ്. താങ്ക് യു ചേച്ചി. അഭിജിത്ത്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ മ്യൂസിക് വോയിസിന് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്ത് തിരക്കുകളുടെ ഇടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തി. ഇനി ഭാവിയിൽ ഉയർച്ച മാത്രം ഉണ്ടാവട്ടെ. ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സിനെല്ലാം ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനിയും വരണം. നമുക്ക് ഇനിയും സപ്പോർട്ടായിട്ട് ഇവിടെ തന്നെ കാണണം. ഓക്കെ, താങ്ക് യു അഭിജിത്ത്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലാണ്. ഇത് നമ്മുടെ മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, അപ്പൊ ഇതൊക്കെ മൈന്യൂട്ട് പ്രോബ്ലംസ് വരെ നമ്മളത്. പക്ഷെ ഈ പ്രാവശ്യം കീർത്തന നല്ല തന്റേടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് വന്നാലും ആയ പോരല്ലോ. അല്ല, നേരിടാൻ തയ്യാറാണ്. എന്ത് റിസൾട്ട് വന്നാലും അല്ലേ? മുഖത്ത് കോൺഫിഡൻസ് ഉണ്ടായെന്ന് വെച്ച കാര്യമില്ല. അല്ല, കഴിഞ്ഞ പെർഫോമൻസിലാണല്ലോ കാര്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ കീർത്തനയുടെ പാട്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോ കീർത്തന പെട്ടെന്ന് ഇമോഷണൽ ആയി പോയി. കുറച്ച് കണ്ണൊക്കെ നിറഞ്ഞു. അതെ, ആളൊന്ന് കരഞ്ഞു. അപ്പൊ കീർത്തന, ഹസ്ബൻഡ് വന്നില്ലേ? ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല, ലീവ്. അത് ശരി. അപ്പൊ ടെൻഷൻ അടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ആളെ വിളിച്ച് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, എന്നാ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കീർത്തന. യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നല്ല ഉഷാറായി ആത്മവിശ്വാസത്തോടുകൂടി കടന്നു വരിക. അടുത്ത റൗണ്ട് പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.